നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പരിപാടികൾ ഇന്ന് ഉണ്ട് ഗൈസ്. നമ്മളായിരുന്നു ഗൈസ് വണ്ടി ഞാൻ എടുക്കുന്നതെന്ന് കാര്യങ്ങളോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗൈസ് ഇന്നൊരു ട്രിപ്പും കാര്യങ്ങളോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെന്തായാലും ആ ട്രിപ്പും കാര്യങ്ങളോ എന്നൊക്കെ എൻജോയ് ചെയ്ത് അവിടെ മൗണ്ട്സ് ഇല്ലാണ്ട് മണ്ടയിലാണ് നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ മൗണ്ട്സ് ഇല്ലാണ്ട് മണ്ട വരെ നമ്മൾ പോകുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. അപ്പം അതിവിടെ അടുത്തും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം നമ്മളതിന് നേരെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ നേരെ പറപ്പിച്ച് വിടുകയാണ്. അപ്പം നമ്മളായിരുന്ന ഗൈസ് ഇതുവഴി ഗൈസ് ആക്സിലേറ്റർ വിട്ട് നോക്കിയപ്പോൾ ഗൈസ് ഇതുവരെ എനിക്ക് മാത്രം പോകാനായിട്ട് ഗൈസ് പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഗൈസ് എനിക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഗൈസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഗൈസ് ഇവിടെ ഒരാൾ വയ്ക്കുന്നു ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂല ഗൈസ്. പക്ഷേ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ബാക്കി എല്ലാവർക്കും പോകാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് മാത്രമാണ് ഗൈസ് പോകാനായിട്ട് പറ്റാത്തതെന്നും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇവൻ്റെ അടുത്തൊന്ന് സംസാരിച്ചും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഒരു സാമീന് കിടക്കാൻ തന്നെയാണ് ഗൈസ് ഇരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കൊന്ന് സംസാരിച്ചും കാര്യങ്ങളൊക്കെ നോക്കാം. സാറെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോകാനൊന്നും വരികയോ? എനിക്ക് മാത്രം എന്താണ് ഇവിടെ പോകാനായിട്ട് പറ്റാത്തത്? ബാക്കിയുള്ള ജനങ്ങളെല്ലാവരും പോകുന്നുണ്ടല്ലോ. അവിടെ ആദ്യം നിനക്ക് മാത്രം പറ്റൂല. നമ്മളുടെ ഫ്രാങ്ക്ലിൻ മരിച്ചെന്ന് പറഞ്ഞ് എന്നെ എന്തിനാണ് കടത്താതിരിക്കുന്നത്? അതൊക്കെ ഉണ്ട്, പല സാധനങ്ങളൊക്കെ വേഗം ഉണ്ട്. നമ്മളെ ഫ്രാങ്ക്ലിൻ മരിച്ചത് പിന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരന്മാർ മാത്രമേ ഇവിടോട്ട് കയറിയിട്ടൊക്കെ തന്നെയൊക്കെ ഉള്ളൂ. ഇവിടെ എന്നെ ഒന്ന് കേട്ടുവിട്, നടക്കൂല ഗൈസ്. ഈ സാമി കേട്ടൊന്നും കേട്ടണ്ട. നമ്മളായിരുന്ന ഗൈസ് വണ്ടി എടുത്ത് ബാക്കിലോട്ട് നേരെ വിട്ടിട്ടുണ്ട്. ഇവർ കേട്ടെന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ കുറേ ആക്സിലേറ്ററൊക്കെ വിട്ടു നോക്കി. എന്നിട്ടും അവിടെ ഒരു ഷീൽഡ് വെച്ചിട്ടുള്ള കണക്കാണ് ഗൈസ് തോന്നുന്നതും കാര്യങ്ങളാണ്. അപ്പോഴത്തേക്കും ഞാനൊരു കാര്യം തന്നെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളും തന്നെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഹോട്ടലിലൊന്നും ഒരു ഹോസ്റ്റലും കാര്യങ്ങളും തന്നെയൊക്കെ ആണ്. ഇത് ഒരു ഹോട്ടലുമാണ്, ഒരു ഹോസ്റ്റലുമാണ് ഗൈസ്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളും തന്നെയൊക്കെ ആണ് ഗൈസ് ഇത്. അപ്പം ഈ സെറ്റപ്പിലോട്ട് നമ്മൾ നേരെ അങ്ങോട്ട് കയറും ഗൈസ്. അപ്പം നമ്മൾ കയറുമ്പോഴത്തേക്കും നേരെ നമ്മൾ അതിൻ്റെ മണ്ടേ കയറുമ്പോഴത്തേക്കും നമുക്ക് നേരെ പോകാനായിട്ട് പറ്റും ഗൈസ്. ഒരു ഹോസ്റ്റൽ റൂമൊക്കെ തന്നെയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അയ്യോ, ഇവിടെയും കയറാൻ പറ്റുന്നില്ലല്ലോ. ഓടോ, നിനക്ക് ഇവിടെയും കയറാനായിട്ട് പറ്റൂല. ഈ സിറ്റിയിൽ നിനക്ക് എവിടെ വേണമെങ്കിലും കയറാനായിട്ട് പറ്റൂല. അത് എന്ത് പരിപാടിയാണ് പറയുന്നത് ഗൈസ്? ഇവനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂല ഗൈസ്. ബാക്കിയുള്ള ആർക്കും കാണാനായിട്ട് പറ്റൂല. എനിക്ക് മാത്രമേ കാണാനായിട്ട് പറ്റൂന്നാണ് ഇവൻ പറയുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ഇനി പോയേ പറ്റൂ ഗൈസ്. നമ്മളായിരുന്ന ഗൈസ് എന്തായാലും വീട്ടിലോട്ടൊന്ന് എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇവിടെ TV കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഒരു കാര്യം അറിയുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരുന്ന ഗൈസ് സിറ്റിയിൽ വൂൾവറിനും ഡെഡ്പൂളും ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ അപ്പോഴായിരുന്ന ഗൈസ് എന്തായാലും അപ്പോൾ വൂൾവറിനും ഡെഡ്പൂളും അവിടെ ഫൈറ്റ് ഉണ്ടാക്കി കാണും ഗൈസ്. നമ്മളെ ഡെഡ്പൂൾ എന്ന് പറയുന്ന ആ ഡെഡ്പൂളില്ലേ ഗൈസ്, ആ ഡെഡ്പൂൾ എന്ന് പറയുന്ന സാധാരണ ഡെഡ്പൂൾ അല്ല, നല്ല ഒരു കാലനായിട്ടുള്ള ഒരു ഡെഡ്പൂളാണ് ആ ഡെഡ്പൂൾ. അപ്പം ആ ഡെഡ്പൂളിനെ വേണം നമുക്ക് ഇന്ന് തീർക്കാൻ. അപ്പം നമ്മളെ വൂൾവറിൻ നമ്മളെ കൂട്ടുകാരനാണ്. അപ്പം നമ്മളെ വൂൾവറിനെ നമ്മളൊന്നെന്തായാലും ഒന്ന് വിളിക്കാനായിട്ട് തന്നെയൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വിളിക്കാനായിട്ട് പോയിട്ട് നമ്മൾ പരിപാടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ഗൈസ്. ഇങ്ങനെ പറയും, നമ്മൾ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയുള്ളൂ ഗൈസ്. വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇപ്പം വിളിക്കും ഗൈസ്. ഞാൻ ഒന്ന് വിളിക്കട്ടെ. എടാ വൂൾവറിനെ ഉണ്ട്. നമ്മളെ ഇല്ലടാ, ഒരു പരിപാടി ഉണ്ട്. എന്നു വെച്ചാൽ നീ ഇപ്പോൾ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഇവൻ പോകണ വളർത്തുന്ന കാര്യങ്ങളോ തന്നെ കാണും.
അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു കാര്യമുണ്ടാ, നമ്മളെ ഈ സിറ്റിയിലെ ആ കാലായിട്ടുള്ള ഡെഡ്പൂളില്ലേ, ആ ഡെഡ്പൂളിനെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൊല്ലണം. അതിനായിട്ടുള്ള പ്ലാൻ ഞാൻ ഇട്ട് തരാം. ഓക്കെ, നമ്മളെ ഡെഡ്പൂള് മരിച്ചിട്ടല്ലേ, അല്ല ഡെഡ്പൂള് കാരനായോണ്ടല്ലേ നമ്മളെ ഞാൻ പോയ ട്രിപ്പിൻ്റെ സിറ്റിയിലോട്ട് എനിക്ക് കയറാൻ പറ്റാത്ത. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്താണ് ഞാൻ ഡെഡ്പൂളും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള പരിപാടി തന്നെയാണ് വേണ്ടത്. നമ്മളുടെ പ്ലാൻ എന്ന് വിചാരിച്ചാൽ ഡെഡ്പൂളിനെ നീ ഒന്ന് മഴക്കി കിടത്തണം. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് വരും. അങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ പരിപാടി. അങ്ങോട്ട് ഞാൻ ഒരു ആംബുലൻസ് ആയിരിക്കും ഞാൻ വരുന്നത്. എൻ്റെ ആ സാറിൻ്റെ കോണൊക്കെ പറപ്പിച്ച് ഞാൻ അങ്ങോട്ട് വന്ന് നീ ഡെഡ്പൂളിനെ കയറ്റണം. അപ്പോഴത്തേക്ക് ഞാൻ നേരെ വാണ്ടി കൊടുത്ത് പറപ്പിച്ച് നേരെ നമ്മൾ ഈ ഹോമിലോട്ട് വരും. ഞാൻ നേരെ വീട്ടിൻ്റെ അകത്തോട്ട് കയറും. നിങ്ങൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മളെ പരിപാടിയും തീരും. നിങ്ങൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം ഇവിടെ കുറച്ച് സ്ഥലവും ഉണ്ട്. നീ അവനെ മയക്കി കടത്തിയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പെട്ടെന്ന് തീർക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ചെന്നിട്ട് നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഇവിടെ നീ ഇവിടെ വന്നിട്ട് നമ്മളെ ഡെഡ്പൂളിനെ കൊല്ലുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ആ ഡെഡ്പൂളിനെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർത്തോളാം. നീ ആയിരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. കാരണം അപ്പം ഞാൻ എന്തായാലും ആംബുലൻസ് എടുത്തുകൊണ്ട് വരാം. ഊക്കൂക്ക് ഓക്കെ ഗൈസ്, അവൻ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പരിപാടിയിൽ നിന്ന് വിചാരിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പം നമുക്ക് നേരെ പരിപാടി കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ഗൈസ്. അപ്പം നമ്മൾക്ക് നേരെ ഒരു ആംബുലൻസ് വേണം ഗൈസ്. എന്തായാലും ഞാൻ ഒരു ആംബുലൻസ് ഒപ്പിക്കട്ടെ. അപ്പോഴാണെങ്കിൽ ഗൈസ് ഞാനായിരുന്ന ഗൈസ് ഇവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഒരു ആംബുലൻസ് കാര്യങ്ങളൊക്കെ തന്നെ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഈ ആംബുലൻസും കൊണ്ട് നേരെ നമ്മുടെ ഡെഡ്പൂളിനെയും വൂൾവറിനെയും വിളിക്കാനായിട്ടാണ് ഗൈസ് പോണത്. ഡെഡ്പൂളും വൂൾവറിനും വൂൾവറി നമ്മളെ ഡെഡ്പൂളിനെ നല്ലോണം മയക്കി തന്നെയൊക്കെ കെടുത്തിട്ടുണ്ടെന്നാണ് ഗൈസ് പറഞ്ഞത്. നല്ലവണ്ണം മയക്കി എന്നാണ് ഗൈസ് പറഞ്ഞത്. നമ്മൾക്ക് ഡെഡ്പൂളിനെ ഒന്ന് കൊന്നാൽ മാത്രം മതി ഗൈസ് നമ്മളെ അവിടോട്ട് പോകാനായിട്ട്, നമ്മളെ ട്രിപ്പിലോട്ട് പോകാനായിട്ട്. പിന്നെ കൺഫേം ഒക്കെ ചെയ്യാം ഗൈസ് എന്തായാലും. അപ്പം നമുക്ക് നേരെ ഡെഡ്പൂളിനെ വൂൾവറിനെ വിളിക്കാൻ പോകും ഗൈസ്. ഇവിടെ ഡെഡ്പൂളും വൂൾവറിനും നിൽപ്പുണ്ട്. ഇത് കാണാത്തതാണ് ഗൈസ്. അതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ ഡെഡ്പൂളിനെയും വൂൾവറിനെയും. അവർ രണ്ടുപേരും ഭയങ്കര ഇൻവിസിബിളാണ് ഗൈസ്. അപ്പം എന്തായാലും ഞാൻ ഇവിടെ പിടിച്ച് അവിടെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ അകത്തും ഇൻവിസിബിളായിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മളെ വൂൾവറിനിപ്പോൾ പറയുന്നത് എന്തെങ്കിലും നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണം, എന്നാലും നമുക്കൊരു സപ്പോർട്ടാവും. ഓക്കെ, എന്തായാലും പൊളിക്കാം. നമുക്ക് പൊളിച്ച് നൂത്താണ്. അവൻ്റെ ഇന്ന് എല്ലാം നമ്മൾ പുറത്താണ്. ഇനി നമ്മൾ അവനെ കാണത്ത് പോലുമില്ല. അവനൊക്കെ ഇനി വീട്ടിൽ പോയി കിടന്ന് കളിക്കും. അവനെ നമുക്കൊരു നല്ല മനുഷ്യനാക്കാം. ഡോക്ടറിനെ നമുക്കൊരു നല്ല മനുഷ്യനാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. നോക്കണം, അതുകൊണ്ടാണ് നമ്മളെ പരിപാടി. നമ്മളിപ്പോൾ നല്ല മനുഷ്യരൊക്കെ ആക്കിയിട്ട് അവനെയും കൊണ്ട് തന്നെ നമ്മൾ തപ്പും. മറ്റേ ആ മന്ത്രവാദി കാരണമാണ് നിനക്കും കാര്യങ്ങളും തന്നെ കയറാൻ പറ്റാത്തത്. അത് ഈ ഡെഡ്പൂള് പറഞ്ഞ കാരണമാണ് നമ്മളെ മന്ത്രവാദി നമ്മളെ കയറ്റാത്തത്. അത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡെഡ്പൂള് പറയാതെ ചിലപ്പോൾ ആ മന്ത്രവാദി നമ്മളെ കയറ്റാതെ ഇരിക്കൂല. ആ മന്ത്രവാദി നമ്മളെ ഫ്രണ്ടും കൂടെയാണ്. അതുകൊണ്ടാണ് പ്രശ്നം. എന്നു വിചാരിച്ച് ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മളായിരുന്ന ഇനിയിപ്പോൾ പോവാൻ. അപ്പോൾ നമ്മളെത്തി സ്ഥലമെത്തിയിടാൻ എൻ്റെ വീടും കൂടെ കാണിച്ചു തരും. ഇതൊന്നും വേണ്ട, നമ്മൾക്ക് എമർജൻസി സത്യമല്ലേ. ഇവിടെ എമർജൻസി കോളാടുന്ന പോലെ നടക്കുന്നത്. ഒരു പെണ്ണ് പറയുന്നത് നീ എൻ്റെ കൂടെ കാണിക്കില്ല, പറ്റൂല. ഓക്കെ, അപ്പം എന്തായാലും ഞാനായിരുന്ന ഇവിടെ നമ്മളെ ഹോമിലോട്ട് എത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഹോമിലോട്ട്.
അപ്പോൾ എന്തായാലും നിങ്ങളെ പരിപാടി നിങ്ങൾ ചെയ്തോ, ഇറങ്ങിക്കോ. അവർ രണ്ടുപേരും അവിടെ ആ സ്ഥലത്ത് പോയി നിൽപ്പുണ്ട്. ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഓക്കെ, നീ അടിക്കാനായിട്ട് തയ്യാറായിക്കോ. ഞാൻ വീട്ടിൻ്റെ അകത്ത് പോയി കിടക്കട്ടെ. എൻ്റെ വച്ചോ. ഓ ഓ ഗൈസ് അവിടെ മുട്ടടിയിരുന്നു. അടിക്കില്ലേടാ, അയ്യോ ഗൈസ് അവിടെ ഭയങ്കരടിയാണ് ഗൈസ് നടക്കുന്നത്. അടിക്കല്ലേ ഗൈസ്, അവിടെ ഭയങ്കര ഒരു ഫൈറ്റും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട് ഗൈസ്. അവൻ വൂൾവറിൻ പറഞ്ഞത് നീ വെളിയിലോട്ട് വാടാ, ധൈര്യമായിട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനായിരുന്നു നോക്കുമ്പം ചത്ത് ഊത്താടി എടുക്കുന്ന ഗൈസ് നമ്മളെ ഡെഡ്പൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഡെഡ്പൂളിനിട്ട് 2 ഇടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളായിരുന്ന ഗൈസ് ഡെഡ്പൂളിനെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഡെഡ്പൂൾ ഒരു നല്ല മനുഷ്യനായതുപോലെ തന്നെയൊക്കെയാണ്. ഡെഡ്പൂൾ ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുകയാണ് ഗൈസ്. ഇവനാണ് ഗൈസ് ഡെഡ്പൂൾ. ഇപ്പോൾ ഇവനെ നമുക്ക് ഇൻവിസിബിൾ അല്ല ഗൈസ് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ അവനൊരു നോർമൽ മനുഷ്യൻ നമ്മളാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഡെഡ്പൂൾ നേരത്തെ ഉള്ള ഡെഡ്പൂളേ അല്ല ഗൈസ്. നമ്മൾ ഡെഡ്പൂൾ ഇപ്പോൾ എൻ്റെ പുറകെയാണ് ഗൈസ്. ഇപ്പം വൂൾവറിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഗൈസ്. മറ്റേ കാലൻ്റെ പവറൊക്കെ വേണ്ടി പോയിട്ടുണ്ട് ഗൈസ്. നല്ല പവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നന്മകരമായിട്ടുണ്ട് ഗൈസ്. നമ്മളായിരുന്നു പിന്നെ ടൂറിനൊക്കെ പോയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. വൂൾവറിനും ഞാനും ഡെഡ്പൂളുമാണ് ഗൈസ് പോകണത് ടൂറിന്. അപ്പോൾ ഞാൻ പോയായിരുന്നു. അപ്പോൾ നമ്മളായിരുന്നു ഒരു ടൂറായിരുന്നു ഗൈസ്. നമ്മളവിടെ മുഖ്യ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചത് നല്ലൊരു ടൂറായിരുന്നു. ഒരു നല്ല ടൂറെന്ന് പറഞ്ഞ ഒരു പോളി ടൂറായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്ത്യയുടെ നമ്മളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ഞാൻ നിങ്ങളെ അടിച്ചു കൊല്ലും. ഓക്കെ ഗൈസ്, അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇന്ത്യയുടെ വീഡിയോയുടെ ടാറ്റാ.